ഇബ്രായർക്ക് എഴുതിയ ലേഖനം 6:7. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? അപ്പോൾ അവർ മറന്നുപോയി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ അവനെ ഓർമ്മിപ്പിക്കുന്നത്. എന്തിനാണ് മക്കളെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? സ്തോത്രം അല്ലേ? നിരസിക്കരുത്, ശിക്ഷ നിരസിക്കരുത് അല്ലേ? സ്തോത്രം. തല്ലും അതെല്ലാം ഇതിന്റെ ഭാഗമാ മക്കളായതുകൊണ്ട്. അതാ സ്നേഹത്തിന്റെ ഗുണങ്ങൾ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ഒരു ചോദ്യം. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പോൾ അമ്മമാരല്ല ശിക്ഷിക്കേണ്ടത്, അത് അവരുടെ ഒരു ഭാഗമാണ്. പക്ഷെ അപ്പന്മാരുടെ ഉത്തരവാദിത്തമാ മക്കളെ വഴിക്ക് നിർത്തേണ്ടത്. അതൊക്കെ പറഞ്ഞ് അവരോട് പ്രബോധിപ്പിച്ച് അവരോട് വാദിച്ച് സ്തോത്രം. അവരെ അടിച്ചാണെങ്കിൽ ആ സ്നേഹത്തിനടികളല്ല, ദേഷ്യം നിങ്ങൾക്ക് ദേഷ്യം താങ്ങാൻ പറ്റാതെ ഉള്ള അടിയല്ല, വൈരാഗ്യത്തിന്റെയും ദേഷ്യത്തിന്റെയും അല്ല. സ്തോത്രം. ഹല്ലേലൂയ. ശിക്ഷണത്തിന്റെയും സ്നേഹത്തിന്റെയും. For what son is he whom the father chasteneth not? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ദൈവസഭയിൽ നാം വരുമ്പോഴും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നാം ഫലപ്രദമായ ജീവിതം ജീവിക്കണമെങ്കിൽ ഇതെല്ലാം അനിവാര്യമാണ്. അത് ശുശ്രൂഷന്മാർക്ക് ഒത്തിരി അനിവാര്യമാണ്. കരുത്ത് പ്രാപിച്ചൊരു ശുശ്രൂഷകനാണെങ്കിൽ ഒരു ജനറൽ പറയുന്ന നിലയ്ക്ക് നിൽക്കണമെങ്കിൽ ഭയങ്കര പാടാ. അപ്പം ശിക്ഷണങ്ങൾ നാം നിരസിക്കരുത്, നാം മുഷിയരുത്. അത് നമ്മെ വളർത്തിയെടുക്കും, നമ്മളെ കരുത്തന്മാരാക്കി, നമ്മളെ പക്വതയിലേക്ക് കൊണ്ടുവരും. ഇന്ന് രാവിലെ ആത്മാവിൽ എടുക്കപ്പെട്ടു. ഞാനൊരു ദർശനം കാണുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലൊരു മീറ്റിംഗ് നടക്കുക. നമ്മുടെ മീറ്റിംഗ് സ്തോത്രം റിവൈവലാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ സ്തോത്രം. ഹല്ലേലൂയ. കത്തുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ മധ്യത്തിൽ പെട്ടെന്ന് രണ്ടുപേര് ഓടി വരികയാ. ഞാൻ കേൾക്കുന്നു. സ്തോത്രം. ഒരാളുടെ പേര് ദിനേശ് കേൾക്കുന്നു. ഒരാളുടെ പേര്. രണ്ടുപേര് അവര് ഭയങ്കരമായിട്ട് ശരീരത്തിൽ ഒത്തിരി വിഷയങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരാ, മുറിവേൽക്കപ്പെട്ടവരാ. ശരീരം കണ്ടു കഴിഞ്ഞാൽ സ്തോത്രം അങ്ങ് രോഗം ബാധിച്ചവരാ. പക്ഷെ അതിനെക്കാട്ടി വലിയ വിഷയമാണ് ഇവർ രണ്ടുപേരും മാനസിക ഭ്രാന്തന്മാര് പോലെയാണ്, മാനസിക രോഗികൾ പോലെയാണ്. അവർക്ക് ഒരു ബോധവുമില്ലാതെ പെട്ടെന്ന് ഓടിക്കേറി ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ വന്നു. സ്തോത്രം. അവിടെ ഇങ്ങനെ ആരാധനകൾ നടക്കുന്നു, ശുശ്രൂഷകൾ നടക്കുന്നു. ശുശ്രൂഷകൻ സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നു. അതിന്റെ മധ്യത്തിൽ അവരെ കൊണ്ടുവന്ന് സ്തോത്രം ഫ്രണ്ടിൽ ഇടുന്നു. ഒരാളുടെ പേര് ഞാൻ ആത്മാവിൽ കേൾക്കുന്നു, ദിനേശ്. സ്തോത്രം. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം പോകുന്നു. ആ വ്യക്തിക്ക് വേണ്ടി കരം ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഭ്രാന്തനാണ് പറയുമ്പോഴത്തേക്ക് ഒട്ടും ബോധമില്ല, ശരീരം മൊത്തം വ്രണമാണ്. അത് കഴിഞ്ഞ് അടുത്തൊരു വ്യക്തിക്ക് വേണ്ടി സ്തോത്രം പോകുന്നു. ഹല്ലേലൂയ. ആ വ്യക്തിയെ താഴെ കിടത്തിയിരിക്കുകയാണ്. കാല് വെച്ച് സ്തോത്രം അനോയിന്റിംഗ് പ്രാർത്ഥനകൾ നടത്തുകയാണ്. കർത്താവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്നുള്ള രീതിയിൽ സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് ക്ഷണത്തിൽ സ്തോത്രം ഒരു കാര്യം കാണുന്നത്, അവർ രണ്ടുപേരും സ്തോത്രം പെട്ടെന്ന് അവർ ചാടി എഴുന്നേറ്റു. അവർക്ക് ഒരു സുബോധവും ഇല്ലായിരുന്നു, സുബോധം നഷ്ടപ്പെട്ടവരായിരുന്നു. പക്ഷെ അവര് രണ്ടുപേരും പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചതുപോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുകയാണ്. രണ്ടുപേരും സ്തോത്രം സൗഖ്യമായി വിടുതൽ പ്രാപിച്ചു. അപ്പോൾ ഞാൻ ആത്മാവിൽ കേൾക്കുകയാ, വിച്ച് ക്രാഫ്റ്റ്. ഞാൻ കേൾക്കുകയാ, the spirit of witchcraft. അല്ലെങ്കിൽ മന്ത്രവാദം, ആഭിചാരത്തിന്റെ ദുഷ്ടാത്മാവിന്റെ അധീനതയിലായി സ്തോത്രം ഉള്ള ജനത്തെ കൈകാര്യം ചെയ്യുവാൻ ദൈവം ഈ ഓൾട്ടറിനെ പ്രബലപ്പെടുത്തും. ചെറിയ ദുരാത്മ ബാധകളെ കുറിച്ചല്ല, ദുരാത്മ ദുർഭൂതങ്ങളെ കുറിച്ചല്ല, ഹൈ ലെവലിലുള്ള ഡിമോണിക് പ്രിൻസിപ്പാലിറ്റീസിനെയും പവേഴ്സിനെയും എല്ലാം ആ ആഭിചാര ശക്തികളെ, വാഴ്ചകളെയും അധികാരങ്ങളെയൊക്കെ ചെയ്ത് കളയുവാനുള്ള ഒരു കരുത്താണ് ദൈവസഭയ്ക്ക് നൽകുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം സുപരിതമായ ഭാഗമാണ്. അന്ത്യകാല കൊയ്ത്ത്. ദൈവത്തിന്റെ കലണ്ടറിൽ ഇല്ലേ, ദൈവത്തിന്റെ പ്രൊഫറ്റിക് ടൈം ക്ലോക്ക് ഇസ്രായേലാണെന്ന് നാം കേൾക്കുവാൻ ഇടയായിത്തീരുന്നു. 1948 ഇസ്രായേൽ വീണ്ടും മാപ്പിൽ തിരിച്ചു വന്നു. 2000 വർഷങ്ങൾ 1948 മുമ്പേ 2000 വർഷങ്ങൾ ഏകദേശം ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമില്ലായിരുന്നു. ഇസ്രായേലിനെ പറ്റി പറഞ്ഞിരുന്ന പ്രവചനങ്ങൾ ഇനി സംഭവിക്കുമോ നിവർത്തിക്കുമോ എന്നുള്ള ആശയക്കുഴപ്പങ്ങളായിരുന്നു. റീപ്ലേസ്മെന്റ് തിയോളജികൾ വന്നു.
ഇസ്രായേലിനെ കുറിച്ചല്ല, ആ രാജ്യത്തെ കുറിച്ചല്ല, പുതിയ ഇസ്രായേലായിരിക്കുന്ന ദൈവസഭയെ കുറിച്ചാണ് എന്നുള്ള പഠനങ്ങൾ, ചിന്തകൾ, ചിന്താഗതികൾ വന്നു. പക്ഷെ 1948 ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. ദൈവം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് തന്നെയാണ് അർത്ഥം. പെട്ടെന്ന് മാപ്പിൽ 1948 ഇസ്രായേൽ ഭൂപടത്തിൽ വന്നു. ഹല്ലേലൂയ. ഇന്ന് ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധങ്ങളും അതിനു ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആത്മാവിന്റെ ഈ കാറ്റ്, സ്തോത്രം, ഹല്ലേലൂയ, ദേശങ്ങളിൽ ആഞ്ഞടിക്കുന്നത്. നാം ഒരു അന്ത്യകാല ഉണർവിലാണ്. ഹല്ലേലൂയ. We are in the midst of end time revival. അപ്പോൾ ഈ അന്ത്യകാല ദൈവ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണ്? കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ മുമ്പിൽ ഈ ആത്മപകർച്ച എന്തിന്? ഒരു വലിയ കൊയ്തെടുക്കുവാൻ. ഹല്ലേലൂയ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അവസാനം യേശുവിന്റെ രണ്ടാമത്തെ വരവ്. And this gospel of the kingdom shall be preached to all the world for a witness unto all nations, and then shall the end come. Hallelujah. ഭൂലോകത്തൊക്കെയും ദൈവ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-13 നമുക്കറിയാം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ദൂതന്മാർ സേവാത്മാക്കൾ നമ്മെ സേവിക്കുവാൻ, നമ്മെ ശുശ്രൂഷിക്കുവാൻ. ഹല്ലേലൂയ. പാസ്റ്ററെ ഒന്ന് പറ. ഓരോ സഭകൾക്കും ഓരോ പ്രധാന ദൂതന്മാരുണ്ട്. ആ പ്രധാന ദൂതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ദൂതഗണങ്ങളുണ്ട്. എല്ലാ വിശ്വാസികൾക്കും മത്തായിയുടെ സുവിശേഷം 18-10 2 ദൂതന്മാരെ അപ്പൻ നിയോഗിച്ചാക്കിയിരിക്കുന്നു. നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നമ്മെ, നമ്മുടെ വഴികളിൽ നമ്മെ സൂക്ഷിക്കേണ്ടതിന് ദൈവം, സ്തോത്രം, ദൂതന്മാർക്ക്, ഹല്ലേലൂയ, നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. He has given command and charge over his angels to guard us in all our ways. Hallelujah. നമ്മുടെ എല്ലാ വഴികളിലും നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ, സ്തോത്രം, നമ്മെ കാക്കേണ്ടതിന്, നമ്മെ സംരക്ഷിക്കേണ്ടത്, ഹല്ലേലൂയ, നമ്മുടെ നിയോഗങ്ങളെ നിവർത്തിക്കേണ്ടതിന്, ഹല്ലേലൂയ, ദൈവം ദൂതന്മാരെ നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ആ കാലം ഉയർന്നു. സ്തോത്രം. മനുഷ്യരെ മാത്രമല്ല, ദൈവം, സ്തോത്രം, കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ദൂതന്മാരുടെ ഒരു ശുശ്രൂഷകൾ വർദ്ധിച്ചു വരുന്നു. ഈ അന്ത്യകാല കൊയ്ത്തിൽ, അന്ത്യകാല ദൈവപ്രവർത്തികൾ ദൂതന്മാർക്ക് വലിയ ഒരു പങ്കാളിത്തവുമുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ നാം കേട്ടു, പഠിച്ചു. ആമേൻ. 103-ാം സങ്കീർത്തനം അതിന്റെ 19 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക്, സ്തോത്രം, ഹല്ലേലൂയ. The Lord has prepared his throne in the heavens and his kingdom ruleth over all. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. 103-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഈ ദിവസങ്ങളിൽ സിയോന്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുന്നു. സിയോൻ പട്ടണം പിടിക്കണമെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. അവിടെ ദൈവത്തിന്റെ, സ്തോത്രം, പെട്ടകം കൊണ്ട് ഉറപ്പിക്കണമെന്ന് ആ ബോധ്യം വന്നു. ഹല്ലേലൂയ. നാം താഴ്വരകളിൽ നിന്ന്, സ്തോത്രം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സിയോൻ മലയിലേക്ക് ഒരു യാത്രയിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ദാവീദിന്റെ കൂടാരമുണ്ട്. സ്തോത്രം. അവിടെ വലിയ ആരാധനകൾ, സ്തുതികൾ, പ്രാർത്ഥനകൾ, എൻകൗണ്ടറുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ദാവീദിന്റെ കൂടാരം. അപ്പോൾ സ്തോത്രം, ദാവീദ് തിരിച്ചറിഞ്ഞൊരു വലിയ സത്യമാണ്, ദൈവത്തിന്റെ സിംഹാസനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. 20-21 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം സിംഹാസനം, ദൈവത്തിന്റെ സിംഹാസനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്വം. യെസ്. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, അവന്റെ ദൂതന്മാരായി ഉള്ളവരെ യഹോവയെ വാഴ്ത്തുവേ. ആരാണ് യഹോവയെ വാഴ്ത്തേണ്ടത്? സ്തോത്രം. സിംഹാസനം. സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. ആ സിംഹാസനത്തിന് ചുറ്റും ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് ആരാണ്? ആജ്ഞ അനുസരിക്കുന്ന, ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൈവത്തിന്റെ വീരന്മാരായ അവന്റെ ദൂതന്മാർ. അടുത്ത വാക്യം കൂടെ വായിക്കാം. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി, അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. വലിയ വെളിപ്പാണ്. ദാവീദ് സിംഹാസനമുണ്ട്. സിംഹാസന ചുറ്റും ആരാ ഉള്ളത്? ദൈവത്തിന്റെ ദൂതന്മാർ. സൈന്യങ്ങളുടെ യഹോവയ്ക്ക് സൈന്യമുണ്ട്. ആ സ്വർഗീയ സൈന്യം എന്ന് പറഞ്ഞാൽ അത് സൈന്യമാണ്, ദൂതന്മാരാണ് ദൈവത്തിന്റെ സ്വർഗീയ സൈന്യം.
NCV translation, you who are his angels, praise the Lord. You are the mighty warriors who do what he says and who obey his voice. അപ്പോൾ ദൂതന്മാർ ആരാണ്? അവർ വീരന്മാരാണ്. They are majestic, glorious beings. ശോഭയേറിയ വല്ലഭത്വമുള്ള വളരെ ശക്തിയുള്ള യോദ്ധാക്കന്മാരാണ്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുന്ന, who obey his voice, who obey his orders. അവരെല്ലാം ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഇങ്ങനെ ഓർഡർ നിൽക്കുക. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അവരത് ചെയ്യും. ഗബ്രിയേലെ ആ ദൂത് കൈമാറുന്നു പറഞ്ഞാൽ ദൂതൻ ഓടിപ്പോയി ആ ദൂത് കൈമാറും. മിഖായേലെ അത് ചെയ്യാൻ പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് ആശയക്കുഴപ്പങ്ങളില്ല. ആര് പറയുന്ന കേൾക്കേണ്ടത് എന്ന് അവർക്ക് നന്നായി അറിയാം. ഹല്ലേലൂയ. ഇപ്പൊ ദൂതന്മാർ ആരാണ്? They obey his voice. Hallelujah. They obey his commandments. ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നവരാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് പ്രവർത്തിക്കുന്നവരാണ്. ദൈവത്തിന്റെ എല്ലാ ഇഷ്ടവും ചെയ്യുന്നവരാണ്. അവർ ദൈവത്തിന്റെ സൈന്യമാണ്. They are the angel armies of God. The host of God. Hallelujah. 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 Amen. Amen. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നത് പോലെ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെ ദൈവം രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായി നമ്മൾക്കും ദൈവസഭയ്ക്കും ദൈവത്തിന്റെ ശുശ്രൂഷന്മാർക്കും പ്രത്യേകം 5 തരം ശുശ്രൂഷയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഡിമെൻഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ദൈവം സ്തോത്രം ഈ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം സൈന്യങ്ങളെ, സ്വർഗീയ സൈന്യങ്ങളെ ദൈവം ഡെപ്യൂട്ട് ചെയ്ത് അയക്കും. Amen. Hallelujah. So you can release your angels. Hallelujah. Amen. Hallelujah. Amen. You can dispatch your angels. Amen. ഇപ്പോൾ യുദ്ധം ഭൂമിയിൽ നിന്നല്ല. ഇതുവരെ ദൈവസഭയിലുള്ള ഈ ആത്മീയ പോരാട്ടവും സ്തോത്രം, ഹല്ലേലൂയ, പിശാചിനോടുള്ള പോരാട്ടവും സ്തോത്രം, നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, അത് വാഴ്ചകളോടും അധികാരങ്ങളോടും. പക്ഷെ സഭ പരിചയിച്ചിരിക്കുന്ന എല്ലാം എന്താ? ഗ്രൗണ്ട് ലെവൽ വാർഫെയർ ആണ്. പക്ഷെ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്ന എവിടെയാണ്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-6 പറയുന്നത് തേർഡ് ഹെവൻസ്, 3-ാം സ്വർഗത്തിലാണ് ക്രിസ്തുവിനോട് കൂടെ നമ്മെ ഇരുത്തിയിരിക്കുന്നു. We are seated in the heavenlies. അപ്പോൾ യാചിക്കുന്ന ഒരു പ്രാർത്ഥനകളുണ്ട്. കർത്താവേ ചെയ്യണമേ 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 എന്ന് സ്തോത്രം അപേക്ഷിക്കുന്ന, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകളുണ്ട്. ആ തലങ്ങളിൽ നിന്ന് സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രസവിക്കുന്ന സ്ത്രീ പ്രസവ നോവ് അനുഭവിച്ച് ആത്മാവിൽ ആ വേദനയിൽ കൂടെ കടന്ന് ഗ്രോണിങ്ങിൽ കടന്ന് സ്തോത്രം, ഹല്ലേലൂയ, ആത്മമണ്ഡലങ്ങളുടെ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു പ്രതലമാണ്. 3-ാം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ അധികാരത്തെ ചെലുത്തുന്ന ഒരു തലം. It's a third heaven authority. Amen. Hallelujah. അപ്പോൾ നമ്മൾ താഴെ ഇരുന്ന് സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദൂതന്മാരെ അയക്കുന്ന ഒരു പ്രതലം പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. അവിടേക്കൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ പോകാം. പക്ഷെ പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം ഒരു മകന്റെ സ്ഥാനമാണ്, മക്കളുടെ സ്ഥാനമാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ എന്താ ക്രിസ്തുവിനോട് തേർഡ് ഹെവൻ അതോറിറ്റി. God raises up with Christ and seated us. വെളിച്ചവും വെളിപ്പാടുകളാണ്. We are seated with Christ. നാം ദൈവത്തോട്, കർത്താവിനോട് കൂടെ 3-ാം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിന്റെ സ്തോത്രം കാര്യങ്ങളെ ആ നിയോഗം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയല്ല, നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതെല്ലാം അതിന്റെ ചെറിയൊരു ഭാഗമായിരിക്കാം. പക്ഷെ ആ തലത്തിലേക്ക് ദൈവത്തിന്റെ സഭ അന്ത്യകാലങ്ങളിൽ റൈസ് ചെയ്യുകയാണ്. ദൂതന്മാരെ നിയോഗിച്ചാക്കിയിരിക്കുക. വ്യക്തിപരമായുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദൂതന്മാരെ നമുക്ക് റിലീസ് ചെയ്യാം. അതെല്ലാം സ്തോത്രം അതിന്റെ ചെറിയൊരു ഭാഗമാണ്. പക്ഷെ ഈ തലം എന്ന് പറഞ്ഞാൽ 3-ാം സ്വർഗത്തിൽ കയറി, ഹല്ലേലൂയ, നമ്മുടെ വിളിക്കനുസരിച്ച്, നമ്മുടെ ശുശ്രൂഷകൾക്കനുസരിച്ച്, നമ്മൾ ദൈവത്തിൽ നേടിയെടുത്തിരിക്കുന്ന നമ്മുടെ പ്രാഗൽഭ്യത്തിനനുസരിച്ച്, നമ്മുടെ ഓഫീസ് അനുസരിച്ച് സ്തോത്രം, ഹല്ലേലൂയ, ഓരോ ശുശ്രൂഷന്മാർക്കും ഓരോ സ്തോത്രം അഭിഷിക്തന്മാർക്കും ദൈവം ചിലതെല്ലാം ഏൽപ്പിച്ചു കൊടുക്കും. ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരെ. അപ്പോൾ ആ തലത്തിൽ നിന്ന് ഈ വീരന്മാരെ, യോദ്ധാക്കന്മാരെ, ഹല്ലേലൂയ, ഈ ഏഞ്ചൽ ആർമീസിനെ, ഈ ദൂതന്മാരെ അസൈൻമെന്റുകൾക്ക് വേണ്ടി നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
Amen. Amen. ആ കരം ഉയർത്തി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. They are our inheritance. നമ്മുടെ ഓഹരിയാണ്. They are our resources. So we can release the angel armies of God and dispatch. Hallelujah. മന്ത്രവാദത്തിന്റെ സ്തോത്രം. Hallelujah. ആ വ്യാപാരങ്ങളെ ഒരു ദേശത്തെ അടക്കി വാഴുന്ന സ്തോത്രം. ഇപ്പോൾ ഭാരതത്തെ പിടിച്ചടക്കണമെങ്കിൽ, ഭാരതത്തിൽ ഒരു വലിയ കൊയ്ത്ത് കാണണമെങ്കിൽ, ഈ അന്ത്യകാല കൊയ്ത്തിന്റെ അനുഭവങ്ങൾ സ്തോത്രം കാണണമെങ്കിൽ, ഈ തലത്തിൽ ദൈവസഭ ഒരു സൈന്യമായി യുദ്ധത്തിന് വേണ്ടി നമ്മുടെ കൈകൾ അഭ്യസിപ്പിക്കപ്പെടണം. ദൂതന്മാരോട് ചേർന്ന് നാം പങ്കാളികളായി പ്രവർത്തിക്കണം. ഞാനൊരു പുഴുവാണ്, എനിക്കൊരു യോഗ്യതയില്ല, എനിക്ക് ഒരു ബലവുമില്ല, ഒരു കഴിവില്ല. സ്തോത്രം. അങ്ങനെയായിരുന്നു നമ്മൾ, അങ്ങനെയായിരുന്നു ഒരു യോഗ്യതയുമില്ല. സ്തോത്രം. പുഴുവായ യാക്കോബിന്റെ അവസ്ഥയായിരുന്നു നമ്മുടെ എല്ലാം. സ്തോത്രം. അങ്ങനെയായിരുന്നു. സ്തോത്രം. അനാഥരായിരുന്നു നമ്മള്. പക്ഷെ ഇപ്പോൾ ദൈവം നമ്മളെ തന്റെ സ്വന്തം മക്കളാക്കി സ്വപുത്രന്റെ ആത്മാവിനെ തന്ന്. ഹല്ലേലൂയ. നമ്മള് ദൈവത്തെ കയറി പിതാവേ എന്ന് വിളിക്കുക മാത്രമല്ല, സ്തോത്രം, നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വലിയവനായ ദൈവത്തെ സ്തോത്രം പിതാവേ അബ്ബാ എന്ന് വിളിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രേരിപ്പിക്കുക. അതിത്തെ ദൈവത്തെ എൽശദായായ ദൈവത്തെ ദൈവം എന്ന് വിളിച്ചാൽ പോരാ. സർവശക്തൻ എന്ന ദൈവത്തെ ദൈവം എന്ന് വിളിച്ചാൽ പോരാ. സൈന്യങ്ങളുടെ യഹോവ എന്ന് വിളിച്ചാൽ പോരാ. യഹോവ ഈരെ എന്ന് വിളിച്ചാൽ പോരാ. പരിശുദ്ധാത്മാവ് ഹേമിക്കുക. Come on, call God your father. നീ അനാഥരല്ല നാം. ക്രിസ്തുവിന്റെ രക്തത്താൽ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഒഴുകി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി രക്ഷ നേടിയെടുത്ത് നമ്മളെ സ്വന്തം പദവിയിലേക്ക്, ആ സ്റ്റാറ്റസിലേക്ക് നമ്മളെ റോയൽറ്റി ആക്കി, രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയ ദൈവത്തിന്റെ സ്നേഹമാ. വീണ്ടും ഞാൻ ഒന്നുമല്ലേ എന്ന് പറഞ്ഞാൽ, എന്റെ മകനെ, ഈ ഒന്നുമില്ല എന്ന ഈ പറച്ചിൽ എന്ന് അല്ലേ നമ്മൾ അങ്ങനെ പറയുന്നത്, നമ്മൾ അഹങ്കരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് അല്ലേ. നമ്മള് സ്തോത്രം എന്തൊക്കെയാ, നമുക്ക് അഹങ്കാരം വരും, അതുകൊണ്ട് ഒന്നുമില്ലേ. സ്തോത്രം. That's a false humility. നമ്മുടെ ഹൃദയത്തിനുള്ളത്തിൽ അത് തിരിച്ചറിയണം. നമ്മുടെ അപ്പൻ സന്തോഷിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാനൊരു അനാഥനാന്ന് പറയുന്നതല്ല, അപ്പ ഞാൻ അങ്ങയുടെ മകനാ. Hallelujah. I'm your son, I'm your daughter. Hallelujah. Hallelujah. അങ്ങ് എനിക്ക് തന്ന മാന്യതയ്ക്കായി സ്തോത്രം. അങ്ങനെ സ്വീകരിച്ച എന്നെ അംഗീകരിച്ചതിനായി സ്തോത്രം. ആർക്കും പ്രയോജനമില്ലാത്ത ഒരു തലവേദനയായി നടന്ന എന്നെ സ്വന്തമാക്കിയതോ, അത് എന്തൊരു സ്നേഹമായത്. I love you. I love you. I love you, Father. I love you, Abba. I love you, Daddy. അത് കേൾക്കാനാണോ ദൈവത്തിന് ഇഷ്ടം? അതോ ഞാനൊന്നുമില്ല, ഞാൻ ഏതുമില്ല, അയ്യോ അല്ലെ. നമ്മളെ കൃപയാണെന്നൊക്കെ പറയും. കൃപയാണ് അല്ലെ, കൃപയില്ലെങ്കിൽ ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഈ കൃപ എന്താ ചെയ്യുന്നത്? നമ്മെ വലിയ ഒരു പ്രാഗൽഭ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. It brings us to a place of confidence. Amen. അപ്പോൾ സ്തോത്രം, ദൈവം നമ്മുടെ ലെവലുകളെ മാറ്റി. ഒന്ന് പറഞ്ഞേ, നമ്മുടെ കൈകൾ ഒന്ന് കാണിക്കാം. നമ്മുടെ ലെവലുകളെ മാറ്റി. ഇപ്പോൾ നമ്മൾ എവിടെ ഇരിക്കുന്നത്? മൂന്നാം സ്വർഗത്തിൽ, യേശുവിനോട് കൂടെ സ്വർഗീയ സ്ഥലത്തിൽ. അപ്പോൾ പൈശാചിക മണ്ഡലത്തിൽ ഉള്ളത് മാത്രമല്ല ഈ വാഴ്ചകളും അധികാരങ്ങളും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-18 വാക്യങ്ങളെല്ലാം നമ്മൾ വായിച്ചാൽ അവിടെ വാഴ്ചകളും അധികാരങ്ങളും സ്തോത്രം ശക്തികളും അധികാരങ്ങളും ഇതെല്ലാം കാണും. thrones and powers and authorities and dominions. അപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ സിസ്റ്റത്തിലും ത്രിയേക ദൈവമുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിന്നെ ദൂതന്മാരുടെ ഒരു വലിയ നിര. നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം ചിന്തിച്ചു, പഠിച്ചു. ആ തലത്തിൽ നിന്നുകൊണ്ട് നാം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, ദൈവത്തിന്റെ നിയമങ്ങളെ പൂർത്തീകരിക്കുവാൻ, ഈ അന്ത്യകാല കൊയ്ത്ത്, ദൈവത്തിന്റെ സ്വപ്നം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം നേടിയെടുക്കുവാൻ 12 വയസ്സിൽ യേശു അപ്പന്റെ എരിവിനാൽ പിടിക്കപ്പെട്ട അമ്മേ, പിന്നെ വേറെ അജണ്ട ഇല്ല, എന്റെ സ്വന്തം വിഷയങ്ങളൊന്നുമില്ല, അതെല്ലാം രണ്ടാമത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുക്കണം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുക്കണം. ആദിമസഭയിൽ ദൂതന്മാരുടെ പങ്ക്, ദൂതന്മാർ എങ്ങനെയാ പ്രവർത്തിച്ചത്? അപ്പോസ്തല പ്രവൃത്തികളാണ് ആദിമസഭയുടെ ചരിത്രം നമ്മളോട് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ആദിമസഭയിൽ ഇത്ര മഹത്വമേറിയ രീതിയിലാണ് ദൂതന്മാർ പ്രവർത്തിച്ചെങ്കിൽ അന്ത്യകാല സഭയിൽ പിന്നത്തെ മഹത്വം,
മുമ്പിലുള്ള മഹത്വത്തെക്കാൾ വലുതായിരിക്കും. The latter glory of the house shall be greater than the former glory. പിൻകാലത്തിലെ അന്ത്യകാലത്തെ മഹത്വം ആദ്യം വെളിപ്പെട്ട ആദിമ സഭയിൽ വെളിപ്പെട്ട മഹത്വത്തെക്കാൾ വലുതായിരിക്കും. The latter glory of the house will be greater than the former glory. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന് 10-11 വാക്യം. 40 ദിവസം കർത്താവ് ഉയർത്തെണീച്ച് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ 40 ദിവസം ശിഷ്യന്മാരെ 120 എല്ലാം വിളിച്ച് അവർക്ക് പഠനമാണ്. 40 ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവരാജ്യത്തിന്റെ സ്തോത്രം കാര്യങ്ങൾ പറയുന്നു, പഠിപ്പിക്കുന്നു, അവരെ സജ്ജരാക്കുന്നു. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചൊക്കെ അവരോട് പറയുന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞ് അത് കൈമാറി സ്തോത്രം. അവിടെ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? യെസ്, അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ സ്തോത്രം യേശു എടുക്കപ്പെടുക. അവരുടെ കണ്ണിന്റെ മുമ്പിൽ സ്തോത്രം യേശു എടുക്കപ്പെടുക. ഓർത്ത് നോക്കി സ്തോത്രം. ഇവിടെ യേശു ഉണ്ടായിരുന്നു. 40 ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നമുക്ക് ക്ലാസ് എടുക്കായിരുന്നു, ശുശ്രൂഷിക്കുകയായിരുന്നു, പഠിപ്പിക്കുകയായിരുന്നു, ഉപദേശങ്ങൾ നൽകുകയായിരുന്നു. അത് കഴിയുമ്പോൾ നോക്കി നിൽക്കുമ്പോൾ സ്തോത്രം യേശു ലെവിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പൊങ്ങുകയാണ്. He was levitating. Hallelujah. അന്ത്യകാലത്ത് സ്തോത്രം, ഹല്ലേലൂയ. ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ആത്മാവിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആത്മാവ് എടുത്തോണ്ട് പോയി. ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് വരാം. ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ തന്നെ ദൂതന്മാർ വെളിപ്പെട്ടു. ഇവിടെ കൂടെ 2 വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാരും വന്ന് പറയുക, എന്തിനാ നിങ്ങൾ ഭാരപ്പെടുന്നത്? നിങ്ങളെ ഒരു നിയോഗം ഏൽപ്പിച്ചിട്ടല്ലേ കർത്താവ് പോയത്, യേശു പോയത്? ആ നിയോഗം നിങ്ങൾ നിവർത്തിക്ക. പോയതുപോലെ യേശു രണ്ടാമത് വീണ്ടും. ഈ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വായിക്കാം. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ആത്മപകർച്ച നടന്നു. 120 പേർ പരിശുദ്ധാത്മാവ്, പെന്തക്കോസ്തിന്റെ അനുഭവം, ആത്മാവ് അഭിഷേകം പ്രാപിക്കുന്നു. ആത്മാവിൽ സ്തോത്രം, ഹല്ലേലൂയ, അന്യഭാഷകൾ സംസാരിക്കുന്നു. 3-ാം അധ്യായമായപ്പോൾ സ്തോത്രം 40 വർഷം ജന്മനാ മുടന്തനായ ഈ വ്യക്തിയിൽ ഒരു മഹാ അത്ഭുതം സംഭവിക്കുന്നു. വലിയ രോഗസൗഖ്യം സംഭവിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ആഴം പത്രോസിന്റെ നിഴലിൽ സ്തോത്രം രോഗികൾ സൗഖ്യമാക്കുന്നു. വീതികളിലും തെരുവുകളിലും സ്തോത്രം, ഹല്ലേലൂയ, രോഗികളുടെ മേൽ വലിയ സൗഖ്യത്തിന്റെ വലിയ ദൈവപ്രവർത്തികൾ നടക്കുന്നു. എത്ര വലിയ മനോഹരമായ ഉണർവിന്റെ കാറ്റങ്ങ് അടിക്കുക. ആത്മപകർച്ചയുടെ ആഴം വർദ്ധിച്ചു വരിക. 2-ാം അധ്യായത്തിൽ വെളിപ്പെട്ടതല്ല 3-ല് എല്ലാം വർദ്ധിച്ചു വരിക. 3-ൽ നിന്ന് 5 ആയപ്പോൾ പിന്നെയും വർദ്ധിച്ചു. ഹല്ലേലൂയ. 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പിന്നെ മഹാപുരോഹിതനും സാധുക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. സ്തോത്രം. അപ്പോൾ എന്ത് പറ്റി? വിഷയമായി കൈവിട്ടു പോയി. ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരെന്താ? യെരൂശലേമിൽ യഹൂദന്മാരെ മൊത്തം ക്രിസ്ത്യാനികളാക്കി മാറ്റും. യേശുവിന് വിശ്വാസികളായി ഇവരെന്ത് ചെയ്യണം? ഇവരെ പിടിച്ചടക്കണം, ഇല്ലേ? അവരുടെ ഉള്ളിൽ എന്ത് പറ്റി? സ്തോത്രം, അസൂയ വന്നു. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? അവരെ പിടിച്ച് തടവിലാക്കി, പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോസ്തലന്മാരെ പിടിച്ച് എവിടെ ഇട്ടു? കാരാഗ്രഹത്തിലിട്ടു. സ്തോത്രം. അപ്പോൾ ദൂതൻ വെളിപ്പെട്ടു എന്ന് പറഞ്ഞ ദൂതൻ വെളിപ്പെട്ടു. ആദ്യ സഭയിലുള്ള ദൈവപ്രവർത്തികളാണ്. ഇന്ന് ഭാരതത്തിൽ പെർസിക്യൂഷൻ നടത്തി ഒത്തിരി ദേവദാസന്മാരെ ഒക്കെ സ്തോത്രം ഇപ്പോൾ ജയിലുകളിലാണ്. വർഷങ്ങളായി നമുക്ക് ദൂതന്മാരെ റിലീസ് ചെയ്യാൻ പറ്റും. നമ്മൾ ജയിലറുടെ ഉള്ളിലാണെങ്കിലും ദാനിയേലിന്റെ സിംഹം, ദാനിയേലിന്റെ ദൈവം സിംഹത്തിന്റെ വായ അടച്ച് ഒരു ദൂതനെ അയച്ചതുപോലെ അപ്പോസ്തലന്മാരെ സ്തോത്രം ജയിലറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ദൂതന്മാരുടെ ശുശ്രൂഷ. ഒന്നെങ്കിൽ ഞങ്ങൾ രക്തസാക്ഷികളായി തീരും, അല്ലെങ്കിൽ ദൂതന്മാർ ഞങ്ങളെ പുറത്തോട്ട്. ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കും, ഞങ്ങൾ യേശുവിനെ പ്രസിദ്ധമാക്കും, ഞങ്ങളുടെ ഭാരതം ദൈവത്തിന്റെ രാജ്യമായി മാറും. ജയിലിൽ പിടിച്ചിട്ടു. എന്തു പറ്റി? ഒരു ദൂതൻ വെളിപ്പെട്ടു. ജയിലിൽ
അങ്ങ് തുറന്നു. ഹല്ലേലൂയ. യെസ്. എന്നിട്ട് അവരോട് ചിലത് പറയുക. അപ്പൊ ദൂതന്മാരുടെ ശുശ്രൂഷ ഒന്ന് ഓർത്ത് നോക്കിയേ. 1-ാം അധ്യായത്തിൽ വെളിപ്പെട്ടു, ഇപ്പൊ 5-ാം അധ്യായത്തിൽ വെളിപ്പെട്ടു. യെസ്. എന്താ പറയുന്നത്? നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് യെസ് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. എന്താ പറയുന്നത്? അവരങ്ങ് ഇറക്കി വിട്ടു. ദൂതന്മാരങ്ങ് ഇറക്കി വിട്ടു. പറയുക, സ്തോത്രം, നിങ്ങൾ എന്ത് ചെയ്യണം? ദേവാലയത്തിൽ ചെന്ന് ജീവന്റെ വചനം എല്ലാ ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. സുവിശേഷം പ്രസംഗിക്കാൻ, ആ കൊയ്ത്തങ്ങ് നേടിയെടുക്കാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവന്റെ വചനം പ്രസംഗിക്കാൻ ദൂതന്മാരെ, അപ്പോസ്തലന്മാരെ, ശുശ്രൂഷകരെ തുറന്നു വിടുക. ആ കാര്യം ഹല്ലേലൂയ. 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 അവസരമുള്ളപ്പോൾ സുവിശേഷം പ്രസംഗിക്കാം. നീ നാളെ തടവിലാകുമ്പോൾ ദൂതന്മാർ വന്ന് നമ്മളെ പുറത്തെടുക്കണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാത്ത നമ്മളെ തടവിൽ പിടിച്ചിട്ട ദൂതന്മാർ എന്തിനാ നമ്മളെ ഇറക്കേണ്ടത്? ഞാനങ്ങനെ ചിന്തിക്കുക. അവിടെ കിടന്നോ, കുഴപ്പമില്ല, അവിടെ കിടന്നോ. ഒന്ന് മാനസാന്തരപ്പെട്ട് നീ സുവിശേഷം പ്രസംഗിക്കാം എന്ന ഒരു ശുശ്രൂഷ മനോഭാവത്തോടെ നീ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ ഒന്ന് നിന്നെ പുറത്തിറക്കാം. എന്റെ ഭാവനയാ. ഈ കൊയ്ത്തിന്റെ കാര്യം സംസാരിക്കുന്നു, ദൂതന്മാർ അങ്ങ് ഓടിയെത്തും. ബിക്കോസ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഒരു ജോലിയാണ്. എന്താ? സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടുപോകണം. ആര് കൊണ്ടുപോകുന്നു അവരുടെ കൂടെ വന്ന് അങ്ങ് നിൽക്കും. പലരും തിരിച്ചറിയുന്നില്ല. പക്ഷെ ദൂതന്മാർ സ്വന്തം എവിടെ സുവിശേഷം പറയുവാനായി ഒരു ജനം എഴുന്നേൽക്കുന്നു, ഒരു സഭ എഴുന്നേൽക്കുന്നു, ഒരു ദൈവപുരുഷൻ എഴുന്നേൽക്കുന്നു, ഒരു സ്ത്രീ എഴുന്നേൽക്കുന്നു, ദൂതന്മാര് അങ്ങ് ചുറ്റും. പിന്നെ സാധാരണ തലത്തിൽ നിന്ന് അസാധാരണമായ ഒരു പ്രതലം വെളിപ്പെടും. അപ്പോ ദൂതന്മാർക്ക് ഭയങ്കര ആവേശമാണ് നമ്മുടെ സുവിശേഷം പ്രസംഗിക്കണമെന്ന്. അവർക്കൊരു അവസരം കിട്ടിയായിരുന്നെങ്കിൽ എന്തോ, ഹല്ലേലൂയ, അവര് കത്തിച്ചേനെ. പക്ഷെ നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അന്ത്യകാല കൊയ്ത്തിൽ നമ്മുടെ കൂടെ പറയും, സ്തോത്രം, ഇവരൊന്ന് ഉത്സാഹിച്ചായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ജോലി കിട്ടിയേനെ. അവരൊന്ന് പോയായിരുന്നെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ കുറച്ചുകൂടെ അവസരം കിട്ടിയേനെ. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ അടുത്തൊരു മനുഷ്യൻ, ഫിലിപ്പോസ്, ഒരു വ്യക്തിയാണ് സുവിശേഷകൻ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൺ പേഴ്സൺ അല്ലേ? ആസ് എൻ ഇവാഞ്ചലിസ്റ്റ്, നെയിംഡ് ഇവാഞ്ചലിസ്റ്റ് ആയി പറയപ്പെട്ടിരിക്കുന്ന പേര് കൊണ്ട്, സ്തോത്രം, ഈ വ്യക്തി ഒരു സുവിശേഷനാണ്. അപ്പോസ്തലനല്ല, പ്രവാചകനല്ല, സുവിശേഷകൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഫിലിപ്പോസ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ യെരൂശലേമിൽ കൈ വളർന്നു. സ്തോത്രം, വിശ്വസ്തനായിരുന്നു, മേശമേൽ ശുശ്രൂഷിച്ചു, നല്ല അനുസരണമുള്ള ഒരു മകനായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സമയമായപ്പോൾ സമാരിയയിലേക്ക് അങ്ങോട്ട് അയച്ചു. അവിടെ പോയി ഭയങ്കര ഒരു പ്രസംഗം, ഭയങ്കര ശുശ്രൂഷ ഇല്ലേ? അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിന്റെ ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് അറിയാം ഇല്ലേ? ഒരു പട്ടണം സന്തോഷിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നടന്നു. അവിടെ പറയുന്ന യേശുവിനെ പ്രസംഗിച്ചു. അപ്പോസ്തലന്മാർ ചെയ്യുന്ന പോലെ തന്നെ യേശുവിനെ പ്രസംഗിച്ചു, ദൈവരാജ്യവും പ്രസംഗിച്ചു. പിന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് എന്താ, സ്തോത്രം, രോഗശക്തികളെയൊക്കെ അങ്ങോട്ട് ബത്സിച്ചു. എന്തെങ്കിലും നടക്കുമോ എന്നൊക്കെ ചിന്തിച്ചു കാണുമായിരിക്കും. പക്ഷെ അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ വളർന്നതല്ലേ, കണ്ട് പഠിച്ചതല്ലേ, അഭിഷേകം പകർന്നതല്ലേ. ഹല്ലേലൂയ. ഫിലിപ്പോസിൽ കൂടെയും അതേ ദൈവശക്തി വ്യാപരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ യൗവനക്കാരൻ എഴുന്നേറ്റു. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. സമാരിയയിൽ ഭയങ്കര ഉണർവ് നടക്കുന്നു. ഒത്തിരി ജനം കൂടിയിരിക്കുന്നു, വലിയ ദൈവപ്രവർത്തികൾ. അപ്പോൾ ഈ ശുശ്രൂഷകളുടെ ഇടയ്ക്ക് ഒരു ദൂതൻ വെളിപ്പെടുക. ഒന്ന് വായിക്കാം. യെസ്. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകാൻ മതി. ഒരു ദൂതൻ അങ്ങ് വെളിപ്പെടുക. 26-ാമത്തെ വാക്യം, 8:26. Now an angel of the Lord said to Philip, rise and go. നോക്കി ആ വാക്ക് നോക്കി, പോകുക. Go, 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 go. ദൂതന്മാർ ഭയങ്കര 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 ആവേശമാണ്. സമാരിയയിൽ ഇത്രയും കാര്യമൊക്കെ നടന്നു. മതി 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 മതി, അടുത്ത ആളെ പിടിക്കണം. അവരുടെ ആവേശം ഒന്ന് നോക്കിയേ. ഇപ്പോൾ യെരൂശലേമിൽ നിന്ന് ആരാധന കഴിഞ്ഞ് ഇത്തോപ്യയിലേക്ക് ഗാസ വഴി ഒരു മനുഷ്യൻ പോകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ശുശ്രൂഷകളുടെ കൂടെ സമാരിയയിൽ ശുശ്രൂഷ വന്നപ്പോൾ ആര് കൂടെ ഉണ്ടായിരുന്നു? ദൂതന്മാർ കൂടെ. അതിലൊരു പ്രധാന ദൂതൻ ഫിലിപ്പോസിനെ തട്ടിപ്പറയാ, come on, it's time, റൂട്ട് മാറ്റാം, ഗാസയിലേക്ക് പോകാം. ഈ വ്യക്തി ഇത്തോപ്യയിൽ നിന്നാണ്.
ആഫ്രിക്കയിലേക്ക് നമുക്ക് സുവിശേഷം എത്തിക്കാൻ Hallelujah. നല്ലൊരു അവസരം. We can take the gospel to the nations. Hallelujah. അപ്പൊ ഏഞ്ചൽസ് തട്ടി ഉണർത്തുക. Come on, go, arise and go toward the south. Hallelujah. അവിടെ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ സ്പർശിക്കപ്പെട്ടാൽ, സുവിശേഷം കേട്ടാൽ, രക്ഷിക്കപ്പെട്ടാൽ ഇത്തോപ്യയിലേക്ക്, ആഫ്രിക്കയിലേക്ക് സുവിശേഷം എത്തും. Amen. ദൂതന്മാരുടെ ശുശ്രൂഷകൾ കണ്ടോ? ദൂതന്മാരുടെ പങ്കാളിത്തം കണ്ടോ? ഈ കുവൈത്തിൽ സ്തോത്രം, ഹല്ലേലൂയ. Hallelujah. ആദിമ സഭയിൽ ദൂതന്മാർ അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ അന്ത്യകാല സഭയിൽ, ഹല്ലേലൂയ, ഈ അന്ത്യകാല കുവൈത്തിൽ, ഹല്ലേലൂയ, Hallelujah. എത്ര അധികം എന്ന് പറഞ്ഞാൽ എത്ര അധികം ദൂതന്മാർ, എത്ര അധികം. ദൂതന്മാർ എത്രയധികം. അന്ന് ഒരു ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഇന്നിപ്പോ ഈ സഭയിൽ തന്നെ ഒത്തിരി ഫിലിപ്പോസുമാർ. Amen. നിങ്ങളൊരു സുവിശേഷകനാണ്. Hallelujah. പാസ്റ്ററിനെക്കാട്ടിൽ, പ്രവാചകനെക്കാട്ടിൽ അധികമായി, ഒരു ഇടയനെക്കാട്ടിൽ, ഒരു ഉപദേഷ്ടാവിനെക്കാട്ടിൽ അധികമായി ഞാനൊരു ശുശ്രൂഷ, ഐ ആം ആൻ ഇവാഞ്ചലിസ്റ്റ്. റെയ്നാഡ് ബോങ്കെ അറിയാവുന്ന എത്ര പേരുണ്ട്? റെയ്നാഡ് ബോങ്കെ, ഹല്ലേലൂയ, സ്തോത്രം. താൻ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം. ഒരു പാസ്റ്ററിനെക്കാട്ടി നല്ല രീതിയിൽ ബൈബിൾ കോളേജിൽ പോയി പഠിച്ച, പക്ഷെ താൻ എപ്പോഴും പറയും, ഐ ആം ആൻ ഇവാഞ്ചലിസ്റ്റ്. I speak the ABC of the gospel. And I am proud to be just speaking the ABC of the gospel. Hallelujah. സുവിശേഷന്മാര് വലിയ ഉപദേശങ്ങളും പിന്നെ പഠനങ്ങളൊന്നുമില്ല. അവർക്ക് ഒറ്റ ലക്ഷ്യമാണ്. അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, സ്തോത്രം, പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒറ്റ കാര്യമാണ്, ആത്മാക്കളെ കൊയ്തെടുക്കാം. സുവിശേഷം അറിയിക്കുക, ആത്മാക്കളെ കൊയ്തെടുക്കുക. Hallelujah. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ അനേകരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തിറക്കിയ ഒരു അഭിഷക്തനാ നിൽക്കുന്നത്. ഒരു കൈവെപ്പ് നിങ്ങളത് വിശ്വസിച്ചാൽ, നിങ്ങളത് സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു കളയും. It will turn your life. അതിനോട് നിങ്ങളൊന്ന് ഉത്സാഹിച്ചാൽ, നിങ്ങളൊന്ന് പ്രവർത്തിച്ചാൽ, വിശ്വസിച്ചാൽ Hallelujah. അടുത്ത ഒരു ഒമേഗയായി നിങ്ങൾക്ക് പുറത്തു വരാം. Hallelujah. Hallelujah. ഹല്ലേലൂയ. ഇന്ന് ആസാം തിരിച്ചറിയുന്നു അവനെ. Amen. Amen. 40 വയസ്സ് കഴിഞ്ഞില്ല അവന്. ആസാം തിരിച്ചറിയുന്നു, Hallelujah. ഇവൻ ആരാടാ? ആരാ ഇവന്റെ അപ്പൻ? ആരാ ഇവനെ പരിശീലിപ്പിച്ചിരുന്നത്? ബംഗാൾ അവനെ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Amen. ഈ Hallelujah. ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം ഫിലിപ്പോസുമാരായി ഇന്ന് മുമ്പോട്ട് വന്നവരുടെ മേൽ നിങ്ങളൊരു വില കൊടുത്താൽ, Hallelujah. ഒരു കൈവെപ്പ് നിങ്ങളെ, സ്തോത്രം, ഏലിയാവ് എലീശയുടെ മേൽ പുതപ്പറഞ്ഞതുപോലെ ഉള്ളൂ. ഏലിയാവ് എലീശയുടെ മേൽ പുതപ്പറഞ്ഞപ്പോൾ വിളി വ്യക്തമായി, നിയോഗം വ്യക്തമായി. പക്ഷെ അതിനൊരു വിലയുണ്ടായിരുന്നു. ഏലിയാവിന്റെ പുറയിൽ എലീശ അങ്ങ് നടന്നു. അവസാനത്തെ ആ ക്രൂഷ്യൽ മൊമെന്റ് വരെ ഏലിയാവിന്റെ മേൽ ഉള്ള ഒരു ഇരട്ടി അഭിഷേകം എനിക്ക് വേണം എന്ന് എലീശയുടെ ഉള്ളിൽ, അല്ലേ? ഏലിയാവിന്റെ കൂടെ നടന്ന, ഏലിയാവ് പരിശീലിപ്പിച്ച അനേക പ്രവാചക മക്കളുണ്ടായിരുന്നു, സൺസ് ഓഫ് ദ പ്രോഫിറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ എലീശ വ്യത്യസ്തനായിരുന്നു. ഏലിയാവിന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകൻ ഭയങ്കര ചൂടായിരുന്നു, ദേഷ്യം, ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ പന്ന ദേഷ്യമല്ല. പക്ഷെ എലീശ കൂടെ നിന്നു. അവിടെ നിന്നാ മതി, എന്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞ എലീശ പറഞ്ഞില്ല, എനിക്ക് മരണം. സ്തോത്രം, ഹല്ലേലൂയ. ഏലിയാവിനെ പിന്തുടർന്ന് പിന്തുടർന്ന് പിന്തുടർന്ന്, നിനക്ക് എന്താ വേണ്ടേ? എലീശ പറയാ, അങ്ങയുടെ മേലുള്ള ഇരട്ടി അഭിഷേകം എനിക്ക് വേണം. Amen. Hallelujah. അല്പപ്രയാസമാ, Hallelujah. എന്റെ മേൽ വ്യാപരിക്കുന്ന തന്നെ, സ്തോത്രം, താങ്ങാൻ പ്രയാസമാണ്. അതിന് ഇരട്ടി വേണമെന്ന് പറഞ്ഞാൽ നീ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കണ്ടാൽ അത് നിന്റെ ആയി. Hallelujah. വിട്ടുകൊടുക്കാതെ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഉറ്റിരുന്ന ആ വില കൊടുത്ത്, നമ്മൾ പറഞ്ഞില്ലേ, കണ്ണിൽ എണ്ണയൊക്കെ ഒഴിച്ച്, സ്തോത്രം, ഏലിയാവ് പോകും. സ്തോത്രം, ഹല്ലേലൂയ. ഒരു സമയം വന്നപ്പോൾ ഏലിയാവ് എടുക്കപ്പെട്ടു. എലീശയുടെ കണ്ണ്, ചെവി, തന്റെ മേൽ പകരപ്പെട്ട ആ വിളിയും വാഗ്ദത്തവും അതെല്ലാം നോക്കിയിരുന്നോണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഏലിയാവിന്റെ പുതപ്പ് എലീശയുടെ മേൽ വന്ന് വീണു. ഏലിയാവ് ചെയ്തതിനെക്കാട്ടിൽ 2 മടങ്ങ് അത്ഭുതങ്ങൾ അത് ബൈബിളിൽ രേഖപ്പെടുത്താൻ ഒരു മനുഷ്യൻ ചോദിച്ചതിനെ ദൈവം മാനിച്ചു. ഒരു കൈവെപ്പ് നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റി മറിക്കും. Amen. Amen.
ഈ കൈ ഒരുവന്റെ മേൽ വന്നാൽ അവന്റെ ഡെസ്റ്റിനി തിരിയും, അവന്റെ ശുശ്രൂഷ തിരിയും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അതെന്റെ മിടുക്കല്ല, അത് ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ദൈവം പകർന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. അത് തലമുറകളിലൂടെ ഒഴുകിയെത്തിയ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. അത് ഭാരതത്തിന്റെ അന്ത്യകാല കൊയ്ത്തിനു വേണ്ടി ആമേൻ. ദൈവം പകർന്നൊരു ഒരു കൃപയാ. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. അപ്പോൾ ഒരു ദൂതൻ വന്ന് പറയുകയാ, "Arise and go" എന്ന് പറയാ. Arise and go. Arise and go. ആരും പറയാനൊന്നും നിൽക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. എഴുന്നേറ്റ് സുവിശേഷം പറയുക. ഗാസയിൽ നിന്ന് ഒരു വ്യക്തി പോകുന്നു, ഇല്ലേ? യെരുശലേമിൽ നിന്ന് ഇത്യോപ്യ നോർത്ത് നോക്കി സുവിശേഷത്തെ രാജ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൂതന്മാരുടെ ഹൃദയത്തിലുള്ള ആ വാഞ്ച നോക്കി. 29ാമത്തെ വാക്യം, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എഴുതിയിരിക്കുന്നേ ആത്മാവ്. ഏതാത്മാവ്? പരിശുദ്ധാത്മാവ്. ഒന്നോർത്ത് നോക്കിയേ, ദൂതന്മാരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ചേർന്ന് പ്രവർത്തിക്കുക. ഒരു സമയത്ത് ദൈവത്തിന്റെ ദൂതൻ പറയുക, ഫിലിപ്പോസേ പോ. ഒരു സമയത്ത് പരിശുദ്ധ. അപ്പോസ്തല പ്രവൃത്തികൾ 12ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 12ാം അധ്യായം അതിന്റെ 5 തൊട്ട് 7 വരെയുള്ള നമുക്കറിയാം. സ്തോത്രം. യാക്കോബിനെ കൊന്നു. ഹെരോദാവ് പത്രോസിനെയും കാരാഗ്രഹത്തിൽ പിടിച്ചിടുന്ന ഭാഗമാണ്. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഭാഗങ്ങളെല്ലാം വളരെ സുപരിതമാണ്. 7ാമത്തെ വാക്യം, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. കർത്താവിന്റെ ദൂതൻ നോക്കിയേ അവിടെ പ്രത്യക്ഷനായി. 2ാമത്തെ ഇൻസിഡന്റ് ആണ് ജയിലറയിൽ പിടിച്ചിട്ട. ഇപ്പോൾ ഭാരതത്തിൽ എവിടെയും നമുക്കതല്ലേ, ജയിലിൽ പിടിച്ചിട്ടു, പ്രോസിക്യൂഷൻ പിടിച്ചിട്ടു, സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ദൂതന്മാരുടെ ശുശ്രൂഷ ഭയങ്കരമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൂതൻ അങ്ങോട്ട് ഇറങ്ങി, അല്ലേ? അതൊന്ന് വായിക്കാം ജസ്റ്റ്, ഇല്ലേ? പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈകളിൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് വിചാരിച്ചു കഴിഞ്ഞു, എന്റെയും യാക്കോബിനോട് എന്റെയും കൂടെ തല വെട്ടിക്കളയും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കിടക്കുമായിരിക്കും. സാരമില്ല, കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി. സ്തോത്രം. അപ്പോഴാണ് ദൂതൻ പറഞ്ഞത്, ഇല്ല പത്രോസ്, മിസ്റ്റർ പീറ്റർ, യുവർ ടൈം ഈസ് നോട്ട് ഓവർ. ഗെറ്റ് അപ്പ്. ശുശ്രൂഷ ബാക്കിയുണ്ട്. കൊർന്നേലിയസിന്റെ ഭവനത്തിൽ ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ നിന്റെ മേൽ നിയോഗമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുക നിന്നെ പുറത്തെടുക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. 1ാം വാതിൽ, 2ാം വാതിൽ, 3ാം വാതിലൊക്കെ തുറന്ന് പത്രോസിനെ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പട്ടണവാതിൽക്കൽ കൊണ്ടുവന്ന് നിർത്തി. അത് കഴിഞ്ഞ് ദൂതന്മാർ അങ്ങ് പോയി. ഹല്ലേലൂയ. അവരവരുടെ അസൈൻമെന്റ് നിവർത്തിച്ചു. അവർ പത്രോസിനെ ജയിലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഈ ദിവസങ്ങളിൽ സ്തോത്രം. ഹല്ലേലൂയ. ദൂതന്മാരുടെ ശുശ്രൂഷകൾ വർദ്ധിച്ചു. ജയിലറകളിൽ ഇടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ അങ്ങയുടെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് എന്താ, പത്രോസ് പ്രാർത്ഥിക്കുന്ന, ഇല്ലേ, ആ വീട്ടിൽ വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? റോഡായി അരകെട്ടി ചെരുപ്പിട്ട്. അത് മതി. അതിന്റെ പിന്നെ ആ ഭവനത്തിലോട്ട് വരുന്ന ഭാഗം ഒന്ന് വായിക്കാം. അവൻ പടിപ്പുര വാതിൽക്കൽ വന്ന് മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളികൾ. റോദ എന്ന് പറഞ്ഞൊരു ബാല്യക്കാരി ഓടി വന്ന് നോക്കിയപ്പോൾ ദാ ഇവിടെ പത്രോസ് നിൽക്കുന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നുവെന്ന് അവർ പറഞ്ഞു. അപ്പോൾ റോദ എന്ന് പറയാ, നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥന ആൻസർ ആയി, പത്രോസിക്ക് ഇറങ്ങി. അപ്പൊ അവര് പറഞ്ഞു, ഒരു കാരണവശാലും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പത്രോസ് പുറത്തിറങ്ങുന്നൊന്നും ഒരു വിശ്വാസമില്ല. പുറത്ത് വന്നപ്പോഴും അപ്പം പറയാ, അതാരായിരിക്കും? പത്രോസിന്റെ ദൂതനായിരിക്കും. അപ്പോൾ ആദിമസഭയിൽ ദൂതന്മാരെ കുറിച്ച് ഭയങ്കര, പത്രോസിന്റെ ദൂതൻ പല സമയങ്ങളിൽ പത്രോസിന്റെ കൂടെ ദൂതൻ നിൽക്കുന്ന അവിടുത്തെ ജനം കണ്ടിട്ടുണ്ട്. ആത്മാഭിഷേകം നടക്കുകയാണ്. ആ കണ്ണുകൾ തുറന്നു വരും. ദൂതന്മാർ ഇവിടെ നിൽക്കുന്നത്, ശുശ്രൂഷമാരോട് ദൂതന്മാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 22ാമത്തെ വാക്യം. സ്തോത്രം. വേറൊരു സംഭവം. ഹല്ലേലൂയ. സമശ്രദ്ധയോട് പ്രാർത്ഥിക്കുകയാണ്.
ഇത് മനുഷ്യന്റെ ശബ്ദമല്ല. അപ്പോസ്തലനെ പുറത്താക്കി. വേറൊരു സംഭവം, ഹെരോദ് എന്താ അവിടെ പ്രബലപ്പെടുകയാണ്, ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സുവിശേഷത്തിന്റെ ആ വ്യാപ്തി കട്ട് ചെയ്ത് കളയാനായിട്ടുള്ള രീതിയിൽ സ്തോത്രം പ്രബലപ്പെട്ട് വരുമ്പോൾ ദൂതൻ എന്താ ചെയ്യുന്നത്? ദൂതന്മാരുടെ ശുശ്രൂഷയാണ് ആദിമസഭയിൽ. യെസ്, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല. ജനമെല്ലാം കൂടെ വിശ്വാസികളല്ല, അവിശ്വാസികളായിട്ടുള്ള അവിടെയുള്ള റോമക്കാരെല്ലാം കൂടെ പറയാ, ഇത് ഹെരോദാവിന്റെ ശബ്ദം മനുഷ്യന്റെ ശബ്ദമല്ല, ഇത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് അവരങ്ങനെ പറഞ്ഞ് സ്തോത്രം പറയാൻ തുടങ്ങി. യെസ്, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. കർത്താവിന്റെ ദൂതൻ എന്ത് ചെയ്തു? കർത്താവിന്റെ ദൂതൻ എന്ത് ചെയ്തു? ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെന്ന് കേട്ടപ്പോൾ കർത്താവിന്റെ ദൂതൻ വന്ന് എന്ത് ചെയ്തു? ഒറ്റ അടി അങ്ങ് കൊടുത്തു. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന്റെ അടിയായിരുന്നു. എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ഒരു സൗലിനെ പൗലോസാക്കി മാറ്റി. പിന്നെ എന്തുകൊണ്ട് ഈ ഹെരോദാവിനെ അടുത്ത ഒരു ഫിലിപ്പോസോ ഒരു പത്രോസോ ആക്കി മാറ്റിയില്ല? അല്ലേ? സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ഹൃദയത്തിൽ സ്തോത്രം, ഹൃദയത്തിൽ ദുഷ്ടത മാത്രം ചിന്തിച്ച് ദൈവത്തിന്റെ പദ്ധതികളെയും പ്രവൃത്തികളെയും വിരോധിച്ച ഹെരോദാവിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി. സൗൾ തന്റെ അറിവില്ലായ്മയിൽ അല്ലേ, താൻ ദൈവത്തെ വെല്ലണമെന്നോ ദൈവപ്രവർത്തികളെ വെല്ലണമെന്നോ അല്ല, തന്റെ അറിവില്ലായ്മയിൽ താൻ സ്തോത്രം പോയി. അപ്പോൾ ദൈവം God will give warnings. ഹെരോദാവിന് ഒത്തിരി വാർണിംഗ്സ് ദൈവം കൊടുത്തു കാണുമായിരിക്കും. അതൊന്നും കേൾക്കാതെ വന്നപ്പോൾ ദൈവത്തിന്റെ ഒരു ദൂതൻ സ്തോത്രം, ദൈവം ന്യായം വിധിക്കുന്ന പോലെ ദൈവത്തിന്റെ ഒരു ന്യായവിധി ആ കരമുയർത്താം. അന്ത്യകാലങ്ങളിൽ ഇതുപോലുള്ള ന്യായവിധികൾ ഭാരതത്തിൽ വെളിപ്പെടും. പെട്ടെന്ന് നോക്കും സ്തോത്രം, ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിക്കുന്ന, ദൈവസഭകളെ കൊന്നൊടുക്കുന്ന, ക്രൂരമായി പീഡിപ്പിക്കുന്ന അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ദൂതന്മാർ നടത്തും. അവർ കിർമിക്കേരയായി തീരും. സ്തോത്രം. 24-ാമത്തെ വാക്യം. യെസ്. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. The word of God grew and multiplied. Hallelujah. Hallelujah. ദൈവത്തിന്റെ വചനം മേൽക്കുമേൽ പറയാം, മേൽക്കുമേൽ. Hallelujah. ന്യായവിധികൾ നടക്കും, ദൈവത്തിന്റെ വചനം പെരുകും. The word of God grew and multiplied. ഈ പെട്ടെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. സ്തോത്രം. Hallelujah. Amen. പൗലോസിന്റെ ഭാഗമാണ് 20-ാമത്തെ വാക്യം. നമുക്കറിയാം. സ്തോത്രം. Hallelujah. ബന്ദിയായി പിടിച്ചു, യെരുശലേമിൽ നിന്ന് പിടിച്ചു. ഫെസ്റ്റസ്, ഫെലിക്സ്, അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ ഒക്കെ നിന്ന് വിചാരണ പറഞ്ഞു. സ്തോത്രം. ഞാനൊരു റോമൻ പൗരനാണെന്ന് പറഞ്ഞതുകൊണ്ട് സ്തോത്രം സീസറിന്റെ മുമ്പിൽ കൊണ്ടുപോയി, സീസർ തീരുമാനിക്കട്ടെ, നീ ഒരു റോമ പൗരനായതുകൊണ്ട് നീ കുറ്റക്കാരനാണോ, നിന്നെ വെറുതെ വിടണമോ അതോ നിന്നെ ശിക്ഷിക്കണമോ എന്ന് സീസർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് സ്തോത്രം സീസറിന്റെ മുമ്പിൽ കൊണ്ടുപോകുവാൻ പോകുന്ന ഒരു കപ്പൽ യാത്രയിൽ നമുക്കറിയാം. സ്തോത്രം. ഈശാനമൂലൻ അടിച്ചു, തെക്കൻ കാറ്റും വടക്കൻ കാറ്റും അടിച്ചു. സ്തോത്രം. താൻ സഞ്ചരിച്ച, പൗലോസ് സഞ്ചരിച്ച ആ ബോട്ട്, ആ ഷിപ്പ് ആടി ഉലയുവാൻ തുടങ്ങി. സ്തോത്രം. 14 ദിനരാത്രങ്ങൾ സ്തോത്രം അന്ധകാരം മൂടി. സ്തോത്രം. അതിന്റെ മധ്യത്തിൽ പറയപ്പെടുന്ന ഒരു ഭാഗമാണ് 20-ാമത്തെ വാക്യം. നമുക്കൊന്ന് വായിക്കാം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. സ്തോത്രം. സൂര്യനും നക്ഷത്രങ്ങളൊന്നും കാണാതെ വളരെ വലിയ കൊടുങ്കാറ്റ് കപ്പലിൽ അടിച്ചതുകൊണ്ട് രക്ഷപ്പെടും എന്നുള്ള ആശ അറ്റുപോയി. All hope that we will be saved was finally given up. ഇതൊരു പക്ഷേ അങ്ങനെ ആശ അറ്റ് എല്ലാം കഴിഞ്ഞു. വലിയ പ്രതിസന്ധികളാണ്. ഉത്തരാഖണ്ഡിൽ പോയപ്പോൾ സ്ഥിതികൾ ഗുരുതരമാണ്. UP അല്ലേ, നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നീ അവിടെ സുവിശേഷ പ്രവർത്തനം നടത്താൻ പാടാ. ജയിലുകളിൽ പിടിച്ചിടുന്നു, ചർച്ചകൾ അടയ്ക്കുന്നു, പാസ്റ്റർമാരെ പട്ടാപ്പകൽ പിടിച്ച് അടിക്കുന്നു, ബൈബിളുകൾ കത്തിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ പൗലോസിന്റെ വാക്കുകൾ പറഞ്ഞതുപോലെ all hope was gone. ആശ, രക്ഷപ്പെടുമെന്ന ആശയൊക്കെയും അറ്റുപോയി. 14 ദിവസമായിട്ട് അവർ കഴിച്ചിട്ടില്ല, പട്ടി കിടക്കുക, വിഷമത്തില്ല, നിരാശയില്ല, മരിച്ചു പോകും.
മരണഭീതിയിൽ പിടിക്കപ്പെട്ടു. പക്ഷെ അതിന്റെ മധ്യത്തിൽ സ്തോത്രം 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവന നമുക്കൊന്ന് കേൾക്കാം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പീൻ. ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പീൻ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. കപ്പലിനല്ലാതെ നിങ്ങളുടെ ജീവന്, ആരുടെയും ജീവന് ഹാനി വരികയില്ല. യെസ്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിനക്കൊരു നിയോഗമുണ്ട്. നീ കൈസരുടെ മുമ്പിൽ നിന്ന് എന്നെ സാക്ഷിയാകണം. നിന്നെ വിളിച്ചപ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ നിന്നെ വിളിച്ച അനന്യാസ് വന്ന ദൂത് കൈമാറിയപ്പോൾ, രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നെ നിർത്തും ഞാൻ, എന്റെ നാമനിമിത്തം നീ എത്രമാത്രം കഷ്ടം സഹിക്കുമെന്ന് ആ ദൂത് നിന്റെ ജീവിതത്തിൽ ഒരു നിയോഗം വന്നു. ഹല്ലേലൂയ. എന്റെ ഉടയവന് ഞാൻ സേവിച്ചു നിന്ന എന്റെ ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്ന് എന്നോട് പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടരുത്, കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയേ, ദൂതന്മാരുടെ ശുശ്രൂഷ പൗലോസ്. ഹല്ലേലൂയ. കപ്പൽ ഛേദത്തിന്റെ മധ്യത്തിൽ എല്ലാം നഷ്ടപ്പെടും. ഹല്ലേലൂയ. 14 ദിവസമായി എല്ലാം സ്തോത്രം ആശയച്ചതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവം വെളിപ്പെടുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. 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 ഹല്ലേലൂയ. ആദിമസഭയിൽ 27-ാമത്തെ അധ്യായം ഈ സഭാചരിത്രത്തിന്റെ അവസാനത്തെ ഒരു അധ്യായങ്ങളാണ് 27. ഇനി ഒരു അധ്യായം കൂടെ ഉള്ള 28. അപ്പോൾ ദൂതന്മാർ ആദിമസഭയിൽ വളരെ സജ്ജമായി. അതുപോലെ തന്നെ ഈ അന്ത്യനാളുകളിൽ അപ്പോൾ ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നു വന്ന് നാം ദൈവത്തിന്റെ ദൂതന്മാരുടെ ശുശ്രൂഷകളെ സ്വീകരിക്കും. Hallelujah. Your faith releases the ministry of angels. Hallelujah. Hallelujah. Amen. 103-ാം സങ്കീർത്തനം അതിന്റെ 20-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ്, ദൈവത്തിന്റെ ശബ്ദം കേട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി, ദൈവത്തിന്റെ നിയോഗത്തിൽ നിന്ന് നാം ദൈവത്തിന്റെ ശബ്ദത്തെ നാം റിലീസ് ചെയ്യുമ്പോൾ, ദൈവം ഒരു വചനം സംസാരിക്കുന്ന പോലെയാണ്, ദൈവത്തിന്റെ വായിൽ ദൈവം സംസാരിക്കുന്ന പോലെയാണ്. ദൈവത്തിന്റെ മക്കളുടെ വായിൽ നാം ദൈവത്തിന്റെ വചനം എടുത്ത് നാം കൽപ്പനകൾ കൊടുക്കുമ്പോൾ, the angels will begin to act on that word of God. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനവും അത് വൃഥാവായി മടങ്ങി വരികയില്ല. Hallelujah. God's word in my mouth is as God's word in God's mouth. ദൈവത്തിന്റെ വചനം എന്റെ വായിൽ, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ സംസാരിക്കുന്ന പോലെയാണ് അതിന് ശക്തിയുള്ളത്. അതുകൊണ്ടാണ് വചനം എടുത്ത് നിങ്ങൾ സംസാരിക്കണം, വചനം പ്രസ്താവിക്കണം, വചനം പ്രഖ്യാപിക്കണം, വചനം ധ്യാനിക്കണം. വചനം ജീവനാണ്, വചനം പവറാണ്, വചനം ദൈവത്തിന്റെ കൈയാണ്, വചനം അത്ഭുതമാണ്. ഈ വചനം പറയുമ്പോൾ ഈ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ വചനത്തെ പ്രവർത്തിക്കുവാൻ ദൂതന്മാർ, ദൂതഗണങ്ങൾ, ദൂതന്മാരുടെ സൈന്യം. അന്ത്യകാല കൊയ്ത്തും ദൂതന്മാരുടെ പങ്കാളിത്തവും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് ജനിക്കുക, യേശു ജനിക്കുക. ദൂതന്മാരുടെ ഒരു കൊതി ഒന്ന് നോക്കിയേ, ദൂതന്മാരുടെ ആഗ്രഹം ഒന്ന് നോക്കിയേ. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന്, ഇടയന്മാർ സ്തോത്രം ഹല്ലേലൂയ അവർ കാവൽ നിൽക്കുക രാത്രി. അപ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. കർത്താവിന്റെ തേജസ് അവർ ഭയപരവശരായി തീർന്നു. 10-ാം വാക്യം, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൂതന്മാരുടെ ഭാഗ്യം അല്ലേ? ദൂതൻ പറയാ, അയ്യോ, അപ്പോൾ ദൂതന്മാർ കൊതിക്കുകയാ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാർ സന്തോഷിക്കുകയാണ്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ, നിങ്ങൾ പറഞ്ഞ സുവിശേഷം പറഞ്ഞ് ഒരു വ്യക്തി മാനസാന്തരപ്പെടും,
ദൂതന്മാർ കൂടെ നിൽക്കുകയാ. ഒരു വ്യക്തി, ഹല്ലേലൂയ. സ്വർഗം സന്തോഷിക്കുന്നു, ദൂതന്മാർ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ദൂതന്മാർ പറയുകയാണ് 10-ാം വാക്യത്തിൽ, ലൂക്കോസ് 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചു. നോക്കിയേ, ദൂതന്മാർ കൈമാറുന്ന ദൂതുകൾ എന്ത് ശക്തമേറിയതാ. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ കർത്താവ് ക്രിസ്തു, സ്തോത്രം, രക്ഷകൻ, മെഷിഹയെ പരിചയപ്പെടുത്തുക. കർത്താവ് ക്രിസ്തു രക്ഷിതാവ്, രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ഹല്ലേലൂയ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സർവ്വലോകത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം ഹല്ലേലൂയ. സുവിശേഷിക്കുക. ആമേൻ. Angels have no greater joy than to be involved in the ministry of evangelism. ദൈവത്തിന്റെ സഭ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ഈ അന്ത്യകാല കൊയ്ത്തിൽ ഏർപ്പെടുമ്പോൾ, ദൂതന്മാർ, സ്തോത്രം, ഹല്ലേലൂയ, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. 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 13-ാം വാക്യത്തിൽ, യെസ്, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, പെട്ടെന്ന് ഈ ദൂതന്റെ കൂടെ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ആദ്യമായി പുതിയ നിയമത്തിൽ സുവിശേഷം പ്രസ്താവിക്കുക. ഹല്ലേലൂയ. ദൂതന്മാർ വിളിച്ചു പറയുക, മെശിഹ ജനിച്ചു, സുവിശേഷം പങ്കുവെക്കുക. The angels of God are proclaiming the everlasting gospel. ഹല്ലേലൂയ. Angels are harvesters. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 24-26 വാക്യത്തിൽ കർത്താവ് ദൈവരാജ്യത്തിന്റെ ഒരു ഉപമ പറയുകയാണ്. എന്താണ്? ഒരു മനുഷ്യൻ തന്റെ വയലിൽ നല്ല വിത്ത് വിതച്ചു. ഉറങ്ങിക്കിടന്നപ്പോൾ, ദാസന്മാർ ഉറങ്ങിക്കിടന്നപ്പോൾ ശത്രു വന്ന് എന്ത് ചെയ്തു? കള വിതച്ചു. അപ്പോൾ സ്തോത്രം, പെട്ടെന്ന് ദാസന്മാർ ഉടയവന്റെ അടുത്ത് വന്ന്, യജമാന്റെ അടുത്ത് വന്ന് പറയുക, സ്തോത്രം, അയ്യോ, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ എവിടുന്നാ ഈ കളകൾ വന്നത്? അതിനെ പറിച്ചു കളയട്ടെ. അപ്പോൾ യജമാനൻ പറയുക, വേണ്ട, പറിച്ചു കളയണ്ട. കളകളെ പറിച്ചു കളയാൻ പോയി കഴിഞ്ഞാൽ നല്ല വിത്തും കൂടെ നഷ്ടമായി പോകും. സ്തോത്രം, അത് രണ്ടും വളരട്ടെ. കൊയ്ത്ത് കാലം വരുമ്പോൾ, കൊയ്ത്തിന്റെ അവസാനം വരുമ്പോൾ ഞാൻ കൊയ്ത്തുകാരെ അയക്കും. കളകളെ എല്ലാം ഞാൻ ആദ്യം പറിച്ച് ഞാൻ അതിനെ കെട്ടി ചുട്ടുകളയും. നല്ല ഗോതമ്പൊക്കെ ശേഖരിച്ച് ഞാൻ കളപ്പുരയിൽ കൊണ്ടുപോകും. സ്തോത്രം. ശിഷ്യന്മാർക്ക് പിടികിട്ടിയില്ല. കർത്താവ് പറഞ്ഞ് കേട്ടു, പക്ഷേ അവർക്കത് പിടികിട്ടിയില്ല. അപ്പോൾ കർത്താവിനോട് പുരുഷാരമെല്ലാം ജനമൊക്കെ പോയി കഴിഞ്ഞ് കർത്താവിന്റെ അടുക്കൽ വന്ന്, കർത്താവ്, അങ്ങ് എന്താ പറഞ്ഞത്? ഞങ്ങൾക്കത് പിടിയിട്ടില്ലല്ലോ. 37-ാമത്തെ വാക്യത്തിൽ കർത്താവ് ആ ഉപമയെ, സ്തോത്രം, ഒന്ന് വിവരിക്കുക. നമുക്ക് വായിക്കാം. ഉത്തരം പറഞ്ഞത്, യേശു ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. 37-ാമത്തെ വാക്യം, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ ആരാണ്? മനുഷ്യപുത്രൻ. യേശുവാണ്, ദൈവപുത്രനാണ്. നമ്മളിൽ സ്തോത്രം, നാം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? ആരോ സുവിശേഷം പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിഞ്ഞു. പക്ഷെ വിതച്ചത് ആരാ? ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്ന ആ സുവിശേഷത്തിന്റെ വിത്താണ് നമ്മെ രക്ഷിക്കപ്പെടുത്തുവാൻ കാരണമായിട്ടുള്ളത്. വിതച്ചത് ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ വിതച്ചത് ആരാ? യേശു മനുഷ്യപുത്രൻ വിതച്ചു. യെസ്. വയൽ ആരാ? ലോകമാണ്. ദൈവത്തിന്റെ ഹൃദയം എന്ന നല്ല വിത്തുകൾ വിതയ്ക്കണം എന്നാണ് ദൈവത്തിന്റെ ഹൃദയം. അപ്പോൾ ഈ നല്ല വിത്ത് വിതയ്ക്കുവാൻ വേലക്കാരെ ആവശ്യമാണ് ദൈവത്തിന്. പിന്നെ എന്ത് സംഭവിച്ചു? നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്. ശ്രദ്ധിച്ചേൽക്കണമേ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം മറ്റാരുമല്ല, യേശു പറയുക. ശ്രദ്ധിച്ച് കേൾക്കണമേ, ദൂതന്മാരുടെ പങ്കാളിത്വം ഒന്ന് മനസ്സിലാക്കുവാനാണ്. യെസ്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്ത്ത് ലോകത്തിന്റെ അവസാനം. അപ്പോൾ നാം ലോകത്തിന്റെ അവസാന, കർത്താവിന്റെ രണ്ടാമത്തെ വരവും ലോക അവസാന സംഭവങ്ങളാണ് ഇന്ന് ഭൂമിയിൽ നടക്കുന്നത്. ഹല്ലേലൂയ. കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. കൊയ്യുന്നവർ ആരാണ്? ദൂതന്മാർ. The harvesters are the angels.
ഹല്ലേലൂയ. ആ, കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. കാള എന്ന് പറയുമ്പോൾ പിശാചിന്റെ മക്കളെ, അല്ലെങ്കിൽ സുവിശേഷത്തെ തിരസ്കരിച്ചു കളഞ്ഞ, സുവിശേഷം കേട്ടിട്ട് വിശ്വാസി എന്ന ലേബിളിൽ നടക്കുന്നു, പക്ഷെ ജീവിതത്തിൽ ഒരു രൂപാന്തരമില്ലാതെ പാപത്തിൽ ജീവിക്കുന്ന, അല്ലേ? അതിന് അടുത്ത വാക്യം നോക്കിയേ. ആ, മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. മനുഷ്യപുത്രൻ യേശുവിനെയും ദൂതന്മാരെ അയക്കും. അവരെന്ത് ചെയ്യും? അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും ഇടർച്ച കൊണ്ടുവരുന്നവരെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ സ്നേഹിക്കുന്ന ദൈവം അങ്ങനെ ചെയ്യുമോ? ക്രൂശിൽ അവസാന തുള്ളി രക്തം ചൊരിഞ്ഞ യേശു അങ്ങനെ ചെയ്യുമോ? ചെയ്യും. മാനസാന്തരപ്പെടാൻ, അതുകൊണ്ടാണ് ദേവദാസന്മാർ ദൈവസഭയുടെ ഒരു ഉത്തരവാദിത്വം, ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം പ്രസംഗിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം. മാനസാന്തരപ്പെട്ട ദൈവരാജ്യത്തിൽ വിശ്വസിക്കുക, സുവിശേഷം വിശ്വസിക്കുക. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്ന കേൾക്കുന്ന ജനത്തിന്റെ സ്തോത്രം ആവശ്യമാണ്. അവർ ദൈവത്തിന്റെ രക്ഷയുടെ വഴിയെ അവർ നിരാകരിച്ചാൽ, ത്യജിച്ചാൽ, പിന്നെ കാലത്തിന്റെ അറ്റത്തിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവം ദൂതന്മാരെ അയക്കും. പിന്നെ അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. പോലീസ് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ്, 70 ഓടിക്കണം, 100 ഓടിച്ച് നീ നിർത്ത അവിടെ എന്ന് പറഞ്ഞ ഒരു ഫൈൻ അടിച്ച് കൈ തരുന്നത് പോലെ ഇപ്പോൾ മാനസാന്തരപ്പെടാൻ സമയമുണ്ട്. 1 പത്രോസ് 4:19 നമ്മൾ വായിച്ചല്ലേ, ദൈവ ഭവനത്തിലാണ് ന്യായവിധി ആരംഭിക്കുന്നത്. സുവിശേഷത്തിന് സത്യം കേട്ട് മാനസാന്തരപ്പെടാതെ വിശുദ്ധ ജീവിതം ജീവിക്കാതെ വീണ്ടും പാപത്തിൽ ജീവിക്കുന്ന എന്നെയും നിന്നെയും ദൈവം വിധിക്കും. ദൂതന്മാർ കളകളെ, അയ്യോ ഇന്ന് വിളിക്കുവാൻ അന്ന് അവസരമില്ല, അന്ന് ദയയില്ല, അന്ന് കൃപയില്ല, അന്ന് കരുണയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങൾ ഭയത്തോടും വിറയലോടും നമ്മുടെ രക്ഷയെ നാം പ്രാവർത്തികമാക്കണം. പ്രിയപ്പെട്ടവരെ, വായി തോന്നിയത് നാം പറയരുത്, കണ്ടതിന്റെ പുറകിൽ പോകരുത്, നമ്മുടെ രക്ഷയെ ഗണ്യമാക്കി കളയരുത്. ഇന്ന് കത്തുന്ന ഈ ഇമ്പങ്ങളുടെ പുറകിൽ നാം നമ്മുടെ നിത്യത മിസ്സാക്കരുത്. നമ്മുടെ നിയോഗങ്ങൾക്ക് നാം വില കൊടുക്കണം. ഇന്ന് ജനത്തിന്റെ കയ്യിൽ സമയമില്ല. എന്ത് കെട്ടിപ്പൊക്കുക, എന്ത് കെട്ടിപ്പൊക്കുക? പ്രാർത്ഥനയ്ക്ക് സമയമില്ല, സഭാ ശുശ്രൂഷകൾക്ക് സമയമില്ല. 10 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ സഭാ ശുശ്രൂഷ ചെയ്യുമ്പോൾ അസ്വസ്ഥരാകുന്നു. നാം ദൈവമക്കളാണോ? നാം നിത്യതയുടെ കാഴ്ചപ്പാടിൽ വിളിക്കപ്പെടുവാൻ എല്ലാം ത്യജിച്ച് ക്രൂശ് എടുത്തവരാണോ നാം? ഈ ലോകം വേണ്ട എന്ന് പറഞ്ഞവരാണോ നാം? ദൈവവും അവന്റെ രാജ്യവും നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി ആയി മാറിയില്ലെങ്കിൽ, ബാക്കിയെല്ലാം അതനുസരിച്ച് ക്രമീകരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഇന്നും നാം കുഞ്ഞുങ്ങളല്ലേ? ഒരു ചെറിയ വിഷയം വരുമ്പോൾ മുടക്കുന്നത് എന്താ? സഭായോഗം മുടക്കും, കൂട്ടായ്മ മുടക്കും. നമ്മളൊന്ന് കത്തിക്കട്ടെ. നമ്മൾ എത്ര കാലം ഒഴിവ് പറഞ്ഞു? അടുത്ത സീസണായി അടുത്തൊരു തലം വെളിപ്പെടുകയാ മക്കളെ. ഹല്ലേലൂയ. 42ാമത്തെ വാക്യം. യെസ്. നിറഞ്ഞപ്പോൾ അവൻ അത് വലിച്ച് കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. 42ാമത്തെ വചനം. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. സ്തോത്രം. കർത്താവ് ഒരു കൺഫ്യൂഷൻ. അപ്പോൾ പിശാച് ഒത്തിരി പേര് എന്ത് ചെയ്തിരിക്കുക? സ്തോത്രം, ബാധിച്ചിരിക്കുക. അവര് പിശാചിന്റെ മക്കളാ. നമ്മളും അങ്ങനെയായിരുന്നു. പാപത്തിലും മറുതലിപ്പിലും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന നമ്മൾ മരിച്ചു കിടക്കുകയായിരുന്നു. പക്ഷെ ആരോ നമ്മളോട് വന്ന് സുവിശേഷം പറഞ്ഞു. ആ നല്ല വിത്ത് വിതച്ചു. പിശാചിനെ കെട്ടുപൊട്ടിച്ച് നമുക്ക് പുറത്തു വരാൻ കഴിഞ്ഞു. ഈ അന്ത്യകാലത്ത് സ്തോത്രം, കൊയ്ത്തുകാരെ ദൈവത്തിന് ആവശ്യമാണ്. കൊയ്ത്തുകാരെ ദൈവത്തിന് ആവശ്യമാണ്. ദൂതന്മാർ കൊയ്യുവാൻ ഇറങ്ങിയിരിക്കുക. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ആകാശമധ്യേ. വെളിപ്പാട് പുസ്തകമാണ് അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അന്ത്യകാലത്തിൽ നടക്കാനുള്ള സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്ന യോഹന്നാന് ഒരു ദൂതൻ കൈമാറിയ സ്തോത്രം പുസ്തകമാണ്. യെസ്. ഭൂവാസികളായ സകല ജാതികളെയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. Amen. Then I saw another angel flying directly overhead with an eternal gospel
eternal gospel. പറഞ്ഞേ, ഒരു നിത്യ സുവിശേഷം. നിത്യസുവിശേഷം. To preach unto them that dwell on the earth, to every nation, kindred, tongue and people. നോക്കിയേ, ദൂതന്മാരുടെ ആക്ടിവിറ്റികൾ. ഹല്ലേലൂയ. ഈ നിത്യ സുവിശേഷവുമായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ നമ്മെ നോക്കുകയാണ്. ഹല്ലേലൂയ. നമ്മെ കിട്ടുമോ? And I saw another angel. സ്തോത്രം. വേറൊരു ദൂതൻ ആകാശത്തിൽ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ഒരു നിത്യസുവിശേഷം. ഹല്ലേലൂയ. ആമേൻ. 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 ഈ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യെസ്. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്തു നടന്നു. ഒരു അരിവാൾ അങ്ങോട്ട് എറിഞ്ഞു, ഇല്ലേ? 14-ാമത്തെ വാക്യം, ഒരു അരിവാൾ എറിഞ്ഞു. ഒന്നുകൂടെ വായിക്കാം. Then I looked and behold a white ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിൽ എറിഞ്ഞു. Then I looked and behold a white cloud, and seated on the cloud was like a son of man with a golden crown on his head and a sharp sickle in his hand. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്നത് കണ്ടു. 15-ാം വാക്യം. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കം. The harvest of the earth is ripe. Hallelujah. കൊയ്ത്ത് വിളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുക? അരിവാൾ അയച്ചു കൊയ്യുക. അരിവാള് അയച്ചു കൊയ്യുക. Thrust in thy sickle. Thrust in thy sickle. Thrust in thy sickle and reap, for the time is come for thee to reap, for the harvest of the earth is ripe. Amen. ആ കരങ്ങൾ ഒന്ന് ഉയർത്തി പിടിക്കാം. Hallelujah.